നമുക്ക് ആദ്യം അരുൺ സോളമനിലേക്കൊന്ന് പോകാം. പലരും കൊട പിടിച്ചു നിൽക്കുന്നത് രണ്ടുപേർ മാത്രമാണ്, ബാക്കി രണ്ടുപേരുടെ കയ്യിൽ കൊടയില്ല. അപ്പോൾ അവിടെ മഴയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ജലിയുടെ കയ്യിൽ കൊടയുണ്ട്, അതേപോലെ നമ്മുടെ അർജുൻ മട്ടന്നൂരിൻ്റെ കയ്യിലും കൊടയുണ്ട്, കൊച്ചിയിലും. നമുക്ക് അരുൺ സോളമൻ്റെ കാര്യം ഒന്ന് നോക്കി വരാം. അരുൺ സോളമൻ, തിരുവനന്തപുരത്ത് പൊതുവെ മഴയുടെ മുന്നറിയിപ്പില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അന്തരീക്ഷം? രാവിലെ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പൊതുവിൽ കഴിഞ്ഞ ദിവസം അടക്കം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലയോര ഗ്രാമങ്ങളിൽ ഈ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളിൽ, ഈ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകമായും ഈ അധികൃതരുടെ നിർദ്ദേശാനുസരണം ഈ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഇതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പൊതുവെ ഈ തിരുവനന്തപുരം, കൊല്ലത്തിന് പുറമെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ നിലവിൽ ഇപ്പോൾ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടിയുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വലിയൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നിലവിൽ ശബരിമലയിലും ഇന്ന് ഇപ്പോൾ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ശബരിമലയിൽ, പമ്പയിൽ, നിലയ്ക്കലും അതുപോലെ തന്നെ സന്നിധാനത്തും ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തടക്കം ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കോവളത്തടക്കം ഈ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് തന്നെ തീരപ്രദേശങ്ങളിൽ കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. നിലവിൽ സംസ്ഥാനത്തും അതുപോലെ തന്നെ കർണാടക, ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന 4 ദിവസങ്ങളിലാണ് കേരള തീരത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 ദിവസം വരെ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ, വിലക്കുകളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. തീരദേശങ്ങളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നവർ, മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ വാഗമണ്ണിലേക്കൊക്കെ പോകുന്നവർ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള റോഡ് വഴി തിരഞ്ഞെടുക്കരുത്. അവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്. വാഗമൺ, ഈരാറ്റുപേട്ട റോഡിലടക്കം മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഒരു